പ്രിയപ്പെട്ട MLA ശ്രീ നന്ദേട്ടൻ, ഏറെ പ്രിയപ്പെട്ട വളരെ ബഹുമാന്യനായ ശ്രീരാമകൃഷ്ണൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, നീളാനദീ തീരത്താണ് ഇത്തരത്തിലുള്ളൊരു സാംസ്കാരിക കേന്ദ്രം ഉദിച്ചുയർന്നിരിക്കുന്നത്. നിളയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചൊക്കെ ഇവിടെ ബഹുമാന്യനായ ക്യൂറേറ്ററോടെ സവിസ്തരം പ്രതിപാദിച്ചു. ആനമുടിയിൽ നിന്ന് ആരംഭിച്ച് ഒഴുകി 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 വളഞ്ഞും തിരിഞ്ഞും വന്ന് ചിലപ്പോൾ വളരെ മനോഹരിയായും ചിലപ്പോൾ ചില സമയത്ത് വറ്റി വരണ്ടും ചിലപ്പോൾ കുതിച്ചു പാഞ്ഞും ഒക്കെ വന്ന് ഒഴുകുന്ന നീളാനദി അവസാനം പൊന്നാനിയിൽ വെച്ച് അറേബ്യൻ സാഗരത്തിൽ അലിഞ്ഞു ചേരുന്നു. ഈ നദീതീരത്താണ് എല്ലാവിധത്തിലുള്ള സാംസ്കാരികമായ ഔന്നത്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ തന്നെ മനുഷ്യ സംസ്കാരം ഉദിച്ചു വന്നത് നദീതീരങ്ങളിൽ. നദികളില്ലെങ്കിൽ സംസ്കാരമില്ല. ഏറ്റവും വലിയ എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും എല്ലാം നദീതീരങ്ങളിൽ താമസിച്ചിരുന്നവരാണ്. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനും നാടകകൃത്തുമായിട്ടുള്ള വില്യം ഷേക്സ്പിയർ A1 നദീതീരത്തിൻ്റെ സന്തതിയായിരുന്നു. ഡാന്യൂബ് നദീതീരങ്ങളിലാണ് ജർമ്മൻ കവി ഗോഥെയുടെ ജനനം. വില്യം വേർഡ്സ്വർത്ത്, വില്യം ബ്ലേക്ക് തുടങ്ങിയിട്ടുള്ള വിശ്വസാഹിത്യകാരന്മാർ മുഴുവൻ നദീതീരങ്ങളിൽ ജനിച്ചു വളർന്ന് ലോകത്തിനെ സാഹിത്യം കൊണ്ടും സാംസ്കാരികമായ ചിന്തകൾ കൊണ്ടും പുഷ്ടിപ്പെടുത്തിയവരാണ്. നിളയുടെ സന്തതികളും ഈ നദീതീരങ്ങളിലെ മണൽത്തിട്ടിൽ കിടന്നുരുണ്ടുകൊണ്ട് നദിയെ പ്രേമിച്ച് മണലിനെ പ്രേമിച്ച് മലയാള സാഹിത്യത്തിൻ്റെ രോമാഞ്ചകഞ്ചുകം അണിയിച്ച് നദിയെ സ്ത്രീയോട് ഉപമിച്ച് നദിയെ തങ്കമണിയായും നദിയെ കേശുവായും നദിയെ മാധവിയമ്മയുമാക്കി ചിത്രീകരിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ സാക്ഷാൽ മഹാകവി P. കുഞ്ഞിരാമൻ നായർ നടന്നുപോയിട്ടുള്ള തീരപ്രദേശമാണിത്. ആ കുഞ്ഞിരാമൻ നായർ ഈ നദിയുടെ സന്തതിയാണ്. മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായിട്ടുള്ള ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയ OV വിജയൻ ഈ നദിയുടെ സന്തതിയാണ്. മലയാള ഭാഷയുടെ ഏറ്റവും നേരത്തെ സൂചിപ്പിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MTയുടെ എല്ലാ കഥാപാത്രങ്ങളും ഈ നദീതീരത്തിലൂടെയാണ് നടന്നു നീങ്ങിയത്. അപ്പുണ്ണിയായാലും ഗോവിന്ദൻകുട്ടിയായാലും മാളുവെടുത്തിയായാലും സേതുവായാലും ആരായാലും ഇതിലൂടെ നടന്നു നീങ്ങി. ഈ നദി ഒരുപാട് കഥകൾ പറഞ്ഞു. മനുഷ്യൻ്റെ കഥ പറഞ്ഞു, സങ്കടത്തിൻ്റെ കഥ പറഞ്ഞു, സന്താപത്തിൻ്റെ കഥ പറഞ്ഞു. മനുഷ്യനിൽ നിലകൊള്ളുന്ന വ്യത്യസ്ത തര വികാരങ്ങളുടെ വേലിയേറ്റം മുഴുവൻ ഈ നദി ഏറ്റുവാങ്ങി. ONV ഇതിനെക്കുറിച്ച് പാട്ടുപാടി. ആ പാട്ട് എത്ര സുന്ദരമായിരുന്നു! നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. നീരാടിക്കൊണ്ടിരിക്കും മലയാള സാഹിത്യം, നീരാടിക്കൊണ്ടിരിക്കും മലയാളത്തിൻ്റെ സംസ്കാരം, മലയാളത്തിൻ്റെ സ്വത്വബോധം, മലയാളത്തിൻ്റെ സാംസ്കാരിക ഔന്നത്യം. അതിന് ഗർഭം നൽകിയത് ഈ നദിയാണ് നിള. ആ നിളയുടെ സന്തതിയാണ് പൊന്നാനിയുടെ സർഗവൈഭവം. പൊന്നാനിയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ മുഴുവൻ അത്യുത്കൃഷ്ടമായിട്ടുള്ള, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള വൈഭവങ്ങളും ഉണ്ടായിട്ട് നിർണായകമായ പങ്കുവഹിച്ചു ഈ നദി. മാമാങ്കം നടന്നത് ഇവിടെയാണ്. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും ഏറ്റുമുട്ടുന്നത് ഈ ചമ്രവട്ടം കടവിൻ്റെ തീരത്ത് വെച്ചിട്ടാണ്. അന്ന് പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് പുറപ്പെട്ട ടിപ്പു സുൽത്താൻ സന്ധ്യയായപ്പോൾ ഇനി കുറച്ച് മെല്ലെ മതി കുതിരപ്പട്ടാളം ഓടുക എന്നുള്ള തീരുമാനിച്ചതിൻ്റെ ഫലമായി സന്ധ്യയായാൽ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് നദി അങ്ങോട്ട് കടക്കില്ല എന്നൊരു ധാരണയിൽ കുറച്ച് സമയം വൈകിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫായ വില്യം ബ്ലേക്ക് രാത്രിയിൽ തന്നെ നദി കടന്ന് അക്കരെ എത്തിയത്, പുറത്തൂര് കടന്ന് കോഴിക്കോടേക്ക് പാഞ്ഞത്. ടിപ്പു അന്ന് സമയം വൈകിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തെക്കേ ഇന്ത്യയുടെ ചരിത്രം വ്യത്യസ്തമായേനെ. ഇവിടെ വെച്ച് ടിപ്പു ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തിയത്. ഇതൊക്കെ ചരിത്രം നമ്മുടെ മുന്നിൽ പറയുന്ന കഥകളാണ് ഈ നദി സംഭാവന ചെയ്തിട്ടുള്ള കഥകൾ. സാമൂതിരിയുടെ കഥ തീരമാണത്. സൈനുദ്ദീൻ മഖ്ദൂം, നേരത്തെ സൂചിപ്പിച്ച ഉമർ ഖാസി, ഇതൊക്കെ ഈ നദീതീരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, സാംസ്കാരികമായ ഔത്കൃഷ്ടത്തിൻ്റെ ഏറ്റവും വലിയ സന്തതികളാണ്. അതാണ് ഈ നദി സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രദേശമായ പൊന്നാനിയിൽ. കേളപ്പൻ്റെ വാസസ്ഥലമാണ് ഈ നദി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ
മാർക്സിസ്റ്റാചാര്യനായ കെ ദാമോദരൻ്റെ ജന്മം കൊടുത്ത തീരപ്രദേശമാണിത്. സാക്ഷാൽ EMS ഈ നദീതീരത്തു കൂടിയാണ് തൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം നടത്തിയത്. M. ഗോവിന്ദൻ എന്ന് പറയുന്ന തത്വചിന്തകൻ ജീവിച്ചിട്ടുള്ള പ്രദേശമാണ് ഈ നദി. അങ്ങനെ സകലമാന മേഖലകളിലും തത്വചിന്ത, സാഹിത്യം, സംസ്കാരം, കവിത, നേരത്തെ സൂചിപ്പിച്ച രാധാകൃഷ്ണ സാറിൻ്റെ പുഴ മുതൽ പുഴ വരെ, സ്വന്തമാമിനികളെ നന്ദി, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന AVI സ്കൂൾ മുതൽ AVI സ്കൂളിൽ പഠിച്ച് തിരിച്ച് വീട്ടിൽ ചമ്രവട്ടത്തേക്ക് പോകുമ്പോൾ നദി കുറിച്ച് നടക്കുന്ന രാധാകൃഷ്ണ സാറും, എടശ്ശേരിയുടെ എല്ലാ കവിതകളും പിറന്നത് ഇതിലൂടെ. ഉറൂബ് പൊന്നാനിയിലിരുന്നു കൊണ്ട് ഈ നദീതീരത്തെ കൂടെ കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പൊന്നാനിയുടെ ജനങ്ങളെ നോക്കി പറഞ്ഞതാണ് സുന്ദരന്മാരെ സുന്ദരികളെ. അങ്ങനെ ഉറൂബിൻ്റെ വിശ്വപ്രസിദ്ധമായ കഥ. ഇതൊക്കെ ഈ നദിയുടെ ഉൽപ്പന്നങ്ങളാണ്. എന്തൊരു മഹാസംസ്കൃതിയാണ് ഈ നദി നമ്മൾക്ക് തന്നിട്ടുള്ളത്. ആ നദി ഇപ്പോൾ കാണുമ്പോൾ സാഹിത്യകാരന്മാർക്കും നമുക്കും രാമകൃഷ്ണനും നന്ദേട്ടനും ഒക്കെ സങ്കടം വരും. കാരണം നദി വറ്റി വരണ്ടു, നദിയെ കൊള്ള ചെയ്യുന്നു, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. മണൽ കൊള്ളക്കാരും അങ്ങനെ പലതരം കൊള്ളക്കാരും നദിയെ അതിൻ്റെ ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ, ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അന്ത്യയാമങ്ങളിലേക്ക് പ്രകൃതി വിഭവങ്ങളെ കൊള്ളം ചെയ്യുന്ന കൊള്ളക്കാർ ഭൂമിയിലും ലോകരാഷ്ട്രീയത്തിലും അരങ്ങേറിയപ്പോൾ നദികൾ വറ്റി വരളാൻ തുടങ്ങി. ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസ് 100 Years of Solitude എഴുതുന്നത് അമേരിക്കയിലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ നദീതീരത്തിലിരുന്നു കൊണ്ട്. പൗലോക്യോരോ കഥകൾ എഴുതുന്നത് നദീതീരത്താണ്. ഇന്നിപ്പോൾ ആ നദികളെവിടെ? അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. രാമകൃഷ്ണൻ വന്നപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇത് രാമകൃഷ്ണൻ്റെ ഇൻ്റലക്ച്വൽ ചൈൽഡ് അല്ലേ ഇത് എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. അതിന് ഭാവന വേണം. രാമകൃഷ്ണനായാലും നന്ദേട്ടനായാലും ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞാൽ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ആളല്ല പൊളിറ്റിക്കൽ ലീഡർ. അത് മാത്രമല്ല പൊളിറ്റിക്കൽ ലീഡറുടെ പണി. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഷുഡ് ബി ഫോളോഡ് ബൈ ഇമാജിനേഷൻ. ശക്തമായ ഭാവന വേണം, സർഗാത്മകത വേണം, സൃഷ്ടിവൈഭവം വേണം. സാമ്പ്രദായികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു എന്താ പറയുക രാഷ്ട്രീയ നേതാവ് എന്ന് വിളിക്കാൻ പറ്റും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ളത്. ഇത് രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളൊരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശാല മനസ്കത, വിശ്വഭാവന. വള്ളത്തോളിൻ്റെ ജന്മസ്ഥലമാട്ടോ ഈ നദി. ഭാരതപ്പുഴയെക്കുറിച്ച് ഇന്ത്യ രാജ്യത്ത് എത്രയോ നദികളുണ്ട്. കേരളത്തിൽ തന്നെ 14 നദികളുണ്ട്. ഒറ്റ നദിയുള്ളൂ ഭാരതപ്പുഴ എന്നുള്ള പേര് ഇന്ത്യയിൽ. അത് ഈ പുഴയാണ്, രാജ്യത്തിൻ്റെ പേരാണ് ഈ പുഴയ്ക്ക്. ഒരൊറ്റ നദിയേ ഉള്ളൂ. അങ്ങനെ മഹാകവികളും മഹാതത്വചിന്തകന്മാരും മഹാസർഗപ്രതിഭകളും ജനിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഗ്രഗണ്യന്മാർ. ഇമ്പിച്ചുവാവയുടെ കളിത്തൊട്ടിലാണ് ഈ നദീപ്രദേശം. ഇതൊക്കെ വലിയ സമരനായകന്മാരായിരുന്നില്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഇതിഹാസമായ മൊയ്തു മൗലവിയുടെ പ്രവർത്തന മണ്ഡലമാണ്. അബ്ദുറഹിമാൻ സാഹിബ് നടന്നു നീങ്ങിയിട്ടുള്ള സ്ഥലമാണിതെല്ലാം. എന്തൊരു മഹനീയമായ പൈതൃകം. ഒറ്റപ്പാലം മുതൽ അങ്ങനെ ആനമുടി മുതൽ അങ്ങനെ ഒഴുകി 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 വന്ന് ഒറ്റപ്പാലം മുതൽ പാട്ടാമ്പി വരെ വള്ളിയാങ്കലിലൂടെ തുടങ്ങി ഇങ്ങനെ വന്ന് മനോഹരമായ നദി അറബിക്കടലിൽ ലയിക്കുമ്പോൾ എത്ര മഹാപ്രതിഭകളെ സംഭാവന ചെയ്തു, എത്ര വലിയ വലിയ ചരിത്രത്തിൻ്റെ സാക്ഷ്യം തന്നു, എത്ര ഉത്കൃഷ്ടമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയ ചരിത്രത്തിനെ അവർ ചൈതന്യവത്താക്കി. അപ്പോൾ ഈ നദിയുടെ സംസ്കാരം, ഇപ്പോൾ നേരത്തെ പ്രിയപ്പെട്ട ക്യൂറേറ്റർ സംസാരിച്ചതുപോലെ അതിനെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊത്തിവയ്ക്കപ്പെടുമ്പോൾ, അത് ചിത്രങ്ങൾ ആലേഖനം ചെയ്യുമ്പോൾ നമുക്കത് വിശ്വസംസ്കാരത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള ഒരു സംരംഭമായിട്ട് ഇതിനെ മാറ്റാം. അത് പൊന്നാനിക്കാരൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം പൊന്നാനിക്കാരൻ മാനവികതയെ സ്നേഹിക്കുന്നവനാണ്, സംസ്കാരത്തിനെ സ്നേഹിക്കുന്നവനാണ്, സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ഇതിനെല്ലാം സംഭാവന ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഐഡിയയ്ക്ക് ജന്മം നൽകിയ രാമകൃഷ്ണനായാലും നന്ദേട്ടനായാലും അവർ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. ആ ഇമാജിനേഷൻ, ആ ക്രിയേറ്റിവിറ്റി. പോളിറ്റിക്സ് ഈസ് ദ ചൈൽഡ് ഓഫ് ക്രിയേഷൻ എന്ന് പറയും. അല്ലാണ്ട് ബെർണാഡ് ഷോ പറഞ്ഞ മാതിരി പോളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽ എന്ന് ബെർണാഡ് ഷോ പണ്ട് പറയും. ഏറ്റവും വലിയ തെമ്മാടിയുടെ അവസാന ആശ്രയമാണ് രാഷ്ട്രീയം എന്നാണ് ബെർണാഡ് ഷോ പറയുക. പക്ഷെ അതിനെ വിച്ഛേദിച്ചുകൊണ്ട് പല ചരിത്രകാരന്മാരും പറയും പോളിറ്റിക്സ് ഈസ് ദി ചൈൽഡ് ഓഫ് ക്രിയേറ്റീവ് പവർ. അങ്ങനത്തെ രണ്ടാൾക്കാരാണ്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ മുന്നിലുണ്ട്. ക്രിയേറ്റിവിറ്റിയാണ് ഈ നദി പൊന്നാനിക്കും കേരളത്തിനും സംഭാവന ചെയ്ത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിശ്വ പ്രതിഭകൾ മുഴുവൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി അടക്കം KCS പണിക്കരടക്കം ഒക്കെ ഈ നദീതീരത്ത് നിന്ന് വന്നിട്ടുള്ള മഹാപ്രതിഭകൾ. ആ പ്രതിഭകളുടെ സാംസ്കാരികമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള മാനവികതയെ ഉൾക്കൊള്ളുക,
അതിനെ നെഞ്ചോട് ചേർക്കുക. പൊന്നാനിയുടെ ഉജ്ജ്വലമായ ചരിത്രം മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മാനവികത ബോധത്തിനെ, ഇടതുപക്ഷ ബോധത്തിനെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാപനത്തിന് ഈ കേരളത്തിൻ്റെ തിരുനെറ്റിയിൽ നിന്നുകൊണ്ട് ചൈതന്യവത്തായി ശോഭിക്കാൻ കഴിയും. അതിന് നമ്മൾ പരമാവധി പ്രയത്നിക്കുക എന്ന് മാത്രം പറഞ്ഞ് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.